ലാൽ സാറിനോട് രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ 6:30 ഒരു വിത്ത് മേക്ക് ഒരു ഷോട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ എന്നെ മോനെ വരും. അദ്ദേഹത്തിന് എത്രയേ ഉള്ളൂ, 6:30 നമ്മൾ പറഞ്ഞാൽ 6:30 വരുമ്പോൾ ഷോട്ട് എടുക്കണം, മനസ്സിലായോ? അപ്പോൾ 6:30 വന്നിട്ട് പിന്നെ 8:30 ഷോട്ട് എടുക്കണമെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് 1-2 തവണ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാർ അങ്ങനെ ഇത് ചെയ്യുന്ന കേട്ടണം. അപ്പം നമ്മൾ ആവശ്യത്തിന് റിക്വസ്റ്റ് ചെയ്യും. എൻ്റെ ചെറുപ്പത്തിൽ ചൈനീസ് ഫുഡ് ഭയങ്കര ഇതാണ്. ഈ ചൈനീസ് ഫുഡ് നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ സമയത്ത് കരുണാകരൻ സാർ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഇങ്ങനെ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 9-ോ 10-ലോ ഒക്കെ പഠിക്കുന്നത്. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ടപ്പം ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ എന്തോ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന എന്തോ ഒരു ഫോട്ടോ പത്രത്തിൽ. അപ്പം ഞാനൊരു അമ്മച്ചിയോട് ചോദിക്കുന്നത്, അമ്മച്ചി ഞാൻ ഇങ്ങനെ ചോദിക്കാം, ഈ കരുണാകരനൊക്കെ എല്ലാ ദിവസവും ചൈനീസ് ആയിരിക്കുമല്ലോ. അമ്മച്ചി എന്താ പറഞ്ഞ പുള്ളിക്കാരൻ കഞ്ഞിയാ പുള്ളിയുടെ ഫേവറേറ്റ്, അങ്ങനെ എന്തോ ഒരു ഫുഡ് പറഞ്ഞു. പുള്ളിക്കൊക്കെ വേണ്ടി മനസ്സിലായി. നിങ്ങൾ മൂന്നുപേരോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ജിത്തു സാറിന്റെ ഒരു സിനിമ വരുന്നു, കണ്ണടച്ച ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ചെയ്യും. ശരിക്കും ഈ സിനിമ ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു നിങ്ങളുടെ മൂന്നുപേരുടെ? അവിടെ ചിരിക്കുന്നത് എന്തൊരു കണ്ണടച്ച് ചെയ്യുന്നവരൊന്നും അല്ല, ചെയ്യുന്നവർ മാത്രമല്ല ഇവിടെ ഉള്ളത്. എന്റെ സൈഡിലേക്ക് വന്നത് ഞാനത് കയറി ചാടി വേണ്ട, ഞാൻ പറയാണ്ടാന്ന് ഓർത്തിരുന്ന. പിന്നെ പുള്ളി ഇങ്ങനെ വന്ന സ്ഥിതിക്ക് പറയാം. അല്ല, എന്റെ സിനിമ റിജക്ട് ചെയ്തിട്ടുള്ളതാണ് പുള്ളി. പുള്ളിക്ക് ആക്ച്വലി ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ ഞാൻ എഴുതുന്നതൊന്നും മഹത്തരമാണെന്നൊന്നും ഞാൻ പറയാറില്ല. ഇതിൻ്റെ പേര് നിങ്ങൾ വിളിക്കാതെ, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് പറയണം. പറയാതെ ഇപ്പം നാളെ ലിയോണ എന്നോട് പറയണം, അയ്യോ എനിക്ക് ആ സമയത്ത് വേറൊരു സിനിമയുടെ വർക്കായിപ്പോയി, ഇല്ലായിരുന്നു ഞാൻ ചെയ്യുന്നത്, സൂപ്പിച്ച് വർത്താനം പറഞ്ഞിട്ട് ഞാൻ പിന്നീട് അത് അറിഞ്ഞാൽ പിന്നെ ജന്മത്തിൽ ഞാൻ വളരെ നല്ല ഫിലിമായിരിക്കും, നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കും, നല്ല ക്യാരക്ടറായിരിക്കും. പക്ഷെ ഞാനത് ചെയ്തു കഴിഞ്ഞാൽ ഞാനൊരു ബ്രാക്കറ്റിൽ പെട്ടുപോകുമെന്ന് തോന്നിയിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ കുറേ പടങ്ങൾ വേണ്ട വെച്ചിട്ടുണ്ട്. ലൈക്ക് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സ്പിരിറ്റ്, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വിക്രമാദിത്യൻ ഓർ എന്ന് നിന്റെ മൊയ്തീൻ, ആ സമയത്ത് അമ്മ വേഷങ്ങൾ മാത്രം, അതേപോലത്തെ അമ്മ വേഷങ്ങൾ, അല്ലെങ്കിൽ അതേപോലത്തെ ഒരു പോലീസ് ക്യാരക്ടർ, അങ്ങനെ കുറേ അടുപ്പിച്ച് വന്നപ്പോൾ ഞാൻ 5-6 നല്ല സിനിമകൾ വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ആയിപ്പെടും. പിന്നെ ഞാൻ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നും നിന്നെ മൊയ്തീനിൽ ആ ക്യാരക്ടർ ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്കിപ്പോൾ പോലും എന്നോട് ചോദിച്ചാൽ ഞാൻ അത് ശരിയാവോ എന്നേ ചോദിക്കുള്ളൂ. ഈ ആളുകളുടെ ഒരു ഇത്രയും കാത്തിരിപ്പുണ്ടല്ലോ, അതെങ്ങനെ സാറ് കാണുന്നത്? ത്രില്ലറാന്ന് പ്രതീക്ഷിച്ച് പോകുന്നവർ ചിലപ്പം ഞെട്ടും. കാരണം ഇതിനകത്ത് കുറച്ച് ഇമോഷണൽ ട്രാവലാണ്. എന്നാൽ ഇതിനകത്ത് ക്രൈമുണ്ട്. ചിലർക്ക് ചില കാര്യങ്ങളോടുള്ള അഭിപ്രായ വ്യത്യാസമായിരിക്കും. ഇപ്പം പുള്ളിയുടെ ക്യാരക്ടർ വിദ്യ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഹൈറാർക്കിയുടെ ഒരു ഭാഗമായിട്ട് പലതും കണ്ടിട്ടും റിയാക്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റത്തില്ല. അതൊരു വളരെ സൈലൻറ്റ് സട്ടിൽ ഇമോഷനാണ്. ആ മുഖത്തെ എക്സ്പ്രഷനിൽ മാത്രമേ ഇതുള്ളൂ. പുറമേ നോർമൽ പോലീസുകാരിയുടെ ജോലി ചെയ്യുകയും ചെയ്യേണ്ടി വരുന്നുണ്ട്. കുറച്ചങ്ങ് സിനിമ കഴിഞ്ഞ് കുറച്ചങ്ങ് ചെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സംഭവത്തിലേക്ക് കയറും. ആ സംഭവം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താണ് കാര്യം എന്ന് ആൾക്കാർക്ക് മനസ്സിലായി. ഹായ് ഹലോ നമസ്കാരം. സൈനാസദ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. വലത്തുവശത്തെ കള്ളൻ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 3 പേരും ഈ സിനിമയുടെ സംവിധായകനുമാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നമസ്കാരം. ഞാൻ സത്യത്തില് ആദ്യമായിട്ടാണ് ഇത്രയും ചില്ലായിട്ട് ജിത്തു സാറിനെ കാണുന്നത്. ഐ മീൻ ഇന്റർവ്യൂ തുടങ്ങുന്നത് ഇത്രയും കൂളായിട്ട് സംസാരിക്കണ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോഴും വിചാരിക്കുക ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ജിത്തു സാറിനെ ആയിരിക്കും. പക്ഷെ ഇത്രയും കൂളാണ്. സാധാരണ എൻ്റെ കൂടെ അത് അല്ലല്ല സാധാരണ എൻ്റെ കൂടെ ഇങ്ങനെ ഇന്റർവ്യൂ നന്നായിട്ട് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ടോ. ഇതിവിടെ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ മൊത്തത്തിൽ ചത്തുപോകും. അതുകൊണ്ട് ഞാൻ ഒന്ന് ആക്റ്റീവ് ആവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവരും ആക്റ്റീവായി. മനസ്സിലായോ? പൊതുവെ ഇപ്പൊ നമുക്ക് സാറിന്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ ആർട്ടിസ്റ്റിന്റെ ഒരു ആഗ്രഹമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് ഇപ്പം ഇതേപോലെ സെറ്റിൽ പോയിക്കുമ്പോൾ സാറിന്റെ ഒരു സ്കൂൾ ഇങ്ങനെ ആയിരിക്കും എന്ന് ഓൾറെഡി നമുക്കൊരു ധാരണയുണ്ടാവും. ശരിക്കും അദ്ദേഹത്തിന്റെ സെറ്റ് എങ്ങനെയാ ശരിക്കും? ഞാനും ലിയോണയും അത്യാവശ്യം ഇപ്പൊ 2-3 പടങ്ങൾ ചെയ്തവരാണ്. അപ്പൊ ഗൂഗിള് പറയുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇവർ ഒരുപാട് വട്ടം ഇത് പറഞ്ഞു കഴിഞ്ഞു. എന്നെ ഫസ്റ്റ് ടൈം ആണെന്ന് ഞാൻ പറയാം. ഈ പറഞ്ഞ പോലെ സാറിൻ്റെ സെറ്റിലൊരു ഭയങ്കര ഫ്രീ ആയിട്ടുള്ളൊരു സെറ്റാണ്. നമുക്ക് ആളുടെ അടുത്ത് എന്ത് സംസാരിക്കാം, നമുക്ക് അഭിപ്രായങ്ങൾ പറയാം, നമുക്ക് സംശയങ്ങൾ ചോദിക്കാം, നമ്മുടേതായിട്ടുള്ള സെഷൻസ് പറയാൻ പറ്റും, ഓപ്പണാണ്. ആൻഡ് എല്ലാവരും ഒരു ടീമാണ്. ഒറ്റൊരു ഗോളിന് വേണ്ടി വർക്ക് ചെയ്യാണ്. അവിടെ ഒരു ഇന്ന ഗ്രൂപ്പീസ് ഇല്ല, അവിടെ ഇല്ല, എല്ലാവരും ഒരാളാണ്, ഒരു ടീമാണ്.
ഒറ്റൊരു ഗോളിന് വേണ്ടി വർക്ക് ചെയ്യാണ്. അങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഭയങ്കര രസമുള്ള ഒരു സെറ്റായിരുന്നു. എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സിങ്കാണ്. ഇവിടെ ചിന്തിക്കുന്നത് അവിടെയുള്ള ആൾക്കും അറിയാൻ പറ്റും, അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് ബാക്കി എല്ലാവർക്കും അവിടെയുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. അങ്ങനെ ഭയങ്കര രസമുള്ളൊരു കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാത്ത വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീമുണ്ട് സാറിന്. അപ്പോൾ ആ ടീം തന്നെ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, വളരെ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഡേർഡ് ആണ്. അപ്പം നമുക്ക് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു എൻവയറമെൻ്റ് ആണ് വർക്ക് ചെയ്യാൻ. നമ്മൾ ഒന്നിനെ പറ്റിയും ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് നമ്മുടെ ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാം. അതിന് ഇഷ്ടം പോലെ സ്പേസ് സാറ് തന്നെ തരും. പിന്നെ ആക്ടേഴ്സിനെ വളരെയധികം കെയർ ചെയ്ത് ഇവരുടെ ഇമോഷൻസ് ആണ് നമ്മുടെ സിനിമയിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവരെ ഇമോഷണലി പീസ്ഫുൾ ആക്കി, കാമാക്കി, കംഫർട്ടബിൾ ആക്കി വെക്കുക എന്നുള്ളൊരു എല്ലാവരും ചെയ്യേണ്ടതാണ്, പക്ഷെ എല്ലാവരും അത് ചെയ്യാറില്ല. അപ്പോൾ സാറിൻ്റെ സെറ്റിൽ അങ്ങനത്തെ കുറേ ഗുണങ്ങളുണ്ട്. വളരെ വെൽ പ്ലാൻഡ്, വെൽ ഓയിൽഡ് മെഷീനാണ്. ഓക്കെ. കുറേ ആളുകളുണ്ടാവും സെറ്റിൽ, പക്ഷെ എന്നാലും അധികം ബഹളങ്ങൾ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സെറ്റാണ്. സാറ് ഇടയ്ക്കിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് സൈഡിൽ പ്ലേഫുള്ളൊക്കെ ആണെങ്കിലും എന്നാൽ പോലും എല്ലാവരും ഡിസിപ്ലിൻഡ് ആണ്, വളരെ ഡിസിപ്ലിൻഡ് ആണ്. ബോസ് പറയുന്നതെല്ലാം കേൾക്കും. അങ്ങനെ അലമ്പില്ല. ഇപ്പൊ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സിനിമ പറയുന്നതെങ്കിൽ കോമഡി കൂടും. ആ ഒരു സീരിയസ് മൂഡ് പിടിക്കാൻ വേണ്ടി ഡയറക്ടർ ശ്രമം നടത്തും. എങ്ങനെയാ എല്ലാവർക്കും ആ ഒരു സാറിന്റെ ഒരേ കാരവനിൽ അപ്പുറത്തെ സൈഡിൽ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ സാറാണ്. അവിടെ ബ്രേക്ക് ടൈം ആയി കഴിഞ്ഞാൽ കൊക്കോ ചിരി മാത്രമേ ഉള്ളൂ. മറ്റേ കോമഡി വീഡിയോ കണ്ടിട്ട് ഓരോ ഷോട്ട് കഴിയുമ്പോഴും അതായത് ഈ കോമഡി മാസ്റ്റേഴ്സ് മറ്റേ തകർപ്പൻ, പഴയ തകർപ്പൻ കോമഡി ഇപ്പോഴത്തെ ഉണ്ടല്ലോ, ഫ്ലവേഴ്സിലൊക്കെ കുറെ ഇതില്ലേ, ഞാനതൊക്കെ ഇരുന്ന് കാണും. കാരണം ഈ വലിയ ത്രില്ലർ സിനിമ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കും ഒന്ന് സമാധാനവും സന്തോഷവും ഒക്കെ വേണ്ടേ. അത് കാരണം പിന്നെ ഈ ആർട്ടിസ്റ്റുകളെയൊക്കെ മാനേജ് ചെയ്ത് ഒരുമാതിരി നമ്മളങ്ങ് വല്ലാത്തൊരു സ്റ്റേജിലേക്കാകും. അല്ല, ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞതാ, ഇപ്പൊ നമ്മളല്ലേ ഉള്ളൂ ഇവിടെ. ബേസിക്കലി എൻ്റെ കൂടെ സോഫാർ വർക്ക് ചെയ്തതിൽ 99% ആൾക്കാരുമായിട്ടും എനിക്ക് നല്ല റിലേഷൻഷിപ്പാണ്. എനിക്ക് അവരോട് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അവർക്ക് എൻ്റെ കൂടെ ഇനിയും വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതിനകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കി ചില സംസാരം പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഒന്നിച്ചു പോകുന്നവരുണ്ട്. ബേസിക്കലി ആർട്ടിസ്റ്റിനെ അൺകംഫർട്ടബിൾ ആക്കരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ചിലരത് മനസ്സിലാക്കി നമ്മുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും, ചിലർ ഇച്ചിരി അഡ്വാൻറ്റേജ് എടുക്കും. അതൊക്കെ ഇതിനകത്തുള്ളതാണ്. എൻഡ് ഓഫ് ദ ഡേ എൻ്റെ ഉദ്ദേശം അത് നടപ്പിലാക്കുക എന്നുള്ളതല്ലേ എൻ്റെ സ്മാർട്ട്നെസ് അല്ലേ. ഞാൻ അവരെ അത് ചെയ്യുക. അതിനകത്ത് ചിലപ്പോൾ നമ്മൾ കുറച്ച് പേഷ്യൻസ് കാണിക്കേണ്ടി വരും, കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അതെ, അതാണ്. ഈ സിനിമയുടെ ട്രെയിലറിന് താഴെ ഒരുപാട് പോസിറ്റീവ് കമൻറ്റ്സ് വരികയാണ്. ട്രെയിലർ കണ്ടിട്ട് ഈ സിനിമയ്ക്കായിട്ട് ആളുകൾ കാത്തിരിക്കുകയാണ്. അതിലിപ്പം ദൃശ്യത്തിൻ്റെ സക്സസിന് മുൻപ് തന്നെ മെമ്മറീസ് ഒരു സിനിമ നമുക്ക് സമ്മാനിച്ചു. ഇപ്പം ദൃശ്യം 3 വരുന്ന സമയത്ത് വീണ്ടും ഞങ്ങളെ ഞെട്ടിക്കാൻ വേണ്ടി ഒരു സിനിമയായിട്ട് വന്നിരിക്കുകയാണ് ജിത്തു സാർ എന്നാണ് പറഞ്ഞത്. ഈ ആളുകളുടെ ഒരു ഇത്രയും കാത്തിരിപ്പുണ്ടല്ലോ, അതെങ്ങനെയാണ് സാറ് കാണുന്നത്? കാത്തു നിർത്തി മുഷിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് പ്രൊഡക്റ്റ് അവരിലേക്ക് എത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്കാണേലും ഇല്ല ചില സിനിമകൾ ഇങ്ങനെ കണ്ടിട്ട് ഒയ്യോ അതിനി റിലീസ് ചെയ്യുന്ന അന്നേ കാണാൻ പറ്റും. ഇപ്പോൾ ഈയിടെ ഒരു സിനിമ വന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടെന്ന് കണ്ടു, ഡബിൾ വേഴ്സ് പ്രാഡ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ അടുത്ത മാർച്ചിലോ ഏപ്രിലോ കണ്ടാണ് അതിൻ്റെ അതിൻ്റെ ആ ഒരു സ്നീക്ക് പീക്ക് പോലൊരു സീക്വൻസ്, അല്ല ആക്ച്വലി ടീസറായിരുന്നു, ഭയങ്കര രസമായിരുന്നു. പിന്നെ റിലീസിങ് ഡേറ്റ് കണ്ടപ്പോൾ ഞാൻ അയ്യോ ഇനി ഇത്രയും നാൾ കാത്തിരിക്കണം, അപ്പോൾ ഞാൻ അങ്ങ് മറന്നേക്കാന്ന് വെച്ചു. പിന്നെ മൈക്കിൾ ജാക്സൺ, മൈക്കിൾ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, അതും ഇതുപോലെ. അപ്പം നമ്മളൊരു ട്രെയിലറൊക്കെ ഇട്ട് ആൾക്കാരിങ്ങനെ ഇതായ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് പോകുന്നതിന് മുമ്പ് തന്നെ അത് ഇറക്കണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ദൃശ്യം കണ്ടിട്ട് 13 വർഷമായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇതേ കാത്തിരിപ്പിനെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യണം. ആ ഫീൽ മനസ്സിലായല്ലോ. പക്ഷെ ഒരു സിനിമയ്ക്കുള്ള ഒരു ബേസിക് ടൈം വേണമല്ലോ നമുക്കത് മ്യൂസിക് ചെയ്ത് ഇറക്കാനുള്ളത്. നമ്മുടെ സിനിമ ഇപ്പം ത്രില്ലറിന്റെ രാജാവ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ അറിയപ്പെടുന്നത്. കാരണം ഞങ്ങൾ എത്ര ത്രില്ലറും അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ ഞങ്ങൾ അതുപോലെ ഇരുന്ന് ഫുൾ കണ്ട് തീരുമ്പോൾ ഞങ്ങളുടെ ഞെട്ടലിലൂടെ തന്നെയാണ് ഇറങ്ങുക. ഈ സിനിമ എന്താ പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? ഒരു ത്രില്ലറല്ല ഇത്. അതെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ത്രില്ലറാന്ന് പ്രതീക്ഷിച്ച് പോകുന്നവർ ചിലപ്പോൾ ഞെട്ടും. കാരണം ഇതിനകത്ത് കുറച്ച് ഇമോഷണൽ ട്രാവലാണ്. എന്നാൽ ഇതിനകത്ത് ക്രൈമുണ്ട്, ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു അന്വേഷണത്തിൻ്റെ സാധനമൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളേറെ
ഒരു സംഭവം, ആ സംഭവമായിട്ട് കണക്റ്റഡാണ് ഇവരെല്ലാവരും. ഇവരുടെ ഇമോഷൻസിലൂടെയാണ് അതിനെ ഓരോരുത്തരുടെയും ആ സംഭവമായിട്ട് ഡയറക്റ്റ് അഫക്റ്റ് ചെയ്തവരുടെ ഇമോഷൻ അല്ല അതിൻ്റെ ഒരു അടുത്ത ലെയറിൽ, ഒരു സെക്കൻഡറി ലെവലിൽ. അപ്പം ചിലർക്ക് ചില കാര്യങ്ങളുള്ള അഭിപ്രായ വ്യത്യാസമായിരിക്കും. ഇപ്പം പുള്ളിയുടെ ക്യാരക്ടർ വിദ്യ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഹൈറാർക്കിയുടെ ഒരു ഭാഗമായിട്ട് പലതും കണ്ടിട്ടും റിയാക്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റത്തില്ല. അതൊരു വളരെ സൈലൻറ്റ് സട്ടിൽ ഇമോഷനാണ്. ആ മുഖത്തെ എക്സ്പ്രഷനിൽ മാത്രമേ ഇതുള്ളൂ. പുറമേ നോർമൽ പോലീസുകാരിയുടെ ജോലി ചെയ്യുകയും ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇവൻ്റെ ക്യാരക്ടറിന്, ഗോകുലിൻ്റെ ക്യാരക്ടറിന് അവൻ്റേതായ ഇമോഷനുണ്ട്. ലെനയുടെ ക്യാരക്ടറിന് അതിന് വേറൊരു കൈൻഡ് ഓഫ് ഇമോഷൻ. പിന്നെ ബിജു മേനോൻ, ജോജു, അവരുടെ ക്യാരക്ടേഴ്സ്, ഇർഷാദ്, അപ്പോൾ എല്ലാവരുടെയും ആ ഇമോഷനിലൂടെയുള്ള ഒരു ട്രാവലാണ്. കാരണം ഇതിനകത്ത് ഒരു സസ്പെൻസോ ഇതൊന്നുമില്ല. കാരണം കുറച്ചങ്ങ് സിനിമ കഴിഞ്ഞ് കുറച്ചങ്ങ് ചെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സംഭവത്തിലേക്ക് കയറും. ആ സംഭവം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താണ് കാര്യം എന്ന് ആൾക്കാർക്ക് മനസ്സിലായി. പിന്നെ അതിൻ്റെ ഒരു ട്രാവലുണ്ട്, അതാണ് ഈ സിനിമ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഡിനു ഈ കഥ വന്നതിനോട് പറഞ്ഞപ്പം ഇങ്ങനൊരു മർഡറും അങ്ങനെ ഇതും ഇൻവെസ്റ്റിഗേഷനോ ഇതെന്നൊക്കെ പറഞ്ഞൊരു ഫീലൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷെ ഒന്ന് കഥ പറഞ്ഞപ്പോൾ ഞാനോർത്ത് ടിപ്പിക്കൽ ഒരു ത്രില്ലർ പോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതല്ലായിരുന്നു. അത് തന്നെയായിരുന്നു ഇത് ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം. നിങ്ങൾ മൂന്നുപേരോട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ജിത്തു സാറിൻ്റെ ഒരു സിനിമ വരുന്നു, കണ്ണടച്ച ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ചെയ്യും. ശരിക്കും ഈ സിനിമ ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു നിങ്ങളുടെ മൂന്നുപേരുടെ? അവിടെ ചിരിക്കുന്നത് എന്തൊരു കണ്ണടച്ച് ചെയ്യുന്നവരൊന്നും അല്ല, ചെയ്യുന്നവർ മാത്രമല്ല ഇവിടെ ഉള്ളത്. പെട്ടെന്ന് എന്റെ സൈഡിലേക്ക് വന്നത് ഞാനത് കയറി ചാടി വേണ്ട, ഞാൻ പറയാണ്ടാന്ന് ഓർത്തിരുന്ന. പിന്നെ പുള്ളി ഇങ്ങനെ വന്ന സ്ഥിതിക്ക് പറയാം. അല്ല, എന്റെ സിനിമ റിജക്ട് ചെയ്തിട്ടുള്ളതാ പുള്ളി. പുള്ളിക്ക് ആക്ച്വലി ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ ഞാൻ എഴുതുന്നതൊന്നും മാത്രമാണെന്നൊന്നും ഞാൻ പറയാറില്ല, ഞാനങ്ങനെ വിശ്വസിക്കുന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു കഥ കൊടുത്ത് എത്രയോ പേര് റിജക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അവിടെയാണ് എനിക്ക് ഇപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ വീണ തോന്നുന്നത്. ഇതുപോലെ പുള്ളിക്കാരത്തി ഒരു ഇത് ചെയ്തിട്ട് പുള്ളിക്കാരത്തിക്ക് പറഞ്ഞു, സാറേ എനിക്കത് വർക്കായില്ല, അതാണ്. ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു. അതിന് പിറ്റേ ദിവസം എന്നെ ഒന്ന് കാണണം സാറേ എന്ന് പിന്നെ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മ പറഞ്ഞു അങ്ങനെ പറയരുതായിരുന്നു, അങ്ങനെയായിരുന്നു, നീ അതിനകത്ത് അഭിനയിക്കണം, നീ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല, അങ്ങനെ ഓർത്ത് നീ ഉണ്ടോ, താനത് ജെന്യുവനായിട്ട് പറഞ്ഞതാണ് എനിക്കിഷ്ടപ്പെട്ടു. ഇത് തന്നെ ഞാൻ ലിയോണോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ ജെന്യുവനായിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നം പറഞ്ഞു, ഇതിൻ്റെ പേര് നിങ്ങളെ വിളിക്കാതെ, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് പറയണം. പറയാതെ ഇപ്പം നാളെ ലിയോണ എന്നോട് പറയണം, അയ്യോ എനിക്ക് ആ സമയത്ത് വേറൊരു സിനിമയുടെ വർക്കായിപ്പോയി, ഇല്ലായിരുന്നു ഞാൻ ചെയ്യുന്നത്, സൂപ്പിച്ച് വർത്താനം പറഞ്ഞിട്ട് ഞാൻ പിന്നീട് അത് അറിഞ്ഞാൽ പിന്നെ ജന്മത്തിൽ ഞാൻ വിളിക്കില്ല. കാരണം അവിടെ ഒരു ജെന്യുവിനിറ്റി ഇല്ല, മനസ്സിലായോ? അത് ജെന്യുവനായിട്ട് കാര്യം പറഞ്ഞു, ഓക്കെ ഫൈൻ. ഓക്കെ, ഈ സിനിമയിൽ വിളിക്കുന്ന സമയത്ത്, ഈ കഥ എഴുതുന്ന സമയത്ത് ഈ മൂന്ന് പേരുടെ മനസ്സിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ കഥ എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ കഥ കേൾക്കുന്ന സമയത്ത് ഈ ക്യാരക്ടർ യോജിച്ച മുഖങ്ങൾ തന്നെയായിരുന്നു ഇവർ മൂന്നുപേരും? അല്ല, അങ്ങനെയല്ല. നമുക്കിപ്പോൾ ഇതിനകത്ത് ജോജു ജോർജിനും ഇതിനും വേറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ കുറച്ചുകൂടെ, നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് പ്രായം കൊണ്ടും അപ്പിയറൻസ് കൊണ്ടും പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതുകൊണ്ടും പിന്നെ ഇവരുടെ കേസിൽ ഈ കോംബോ ഒരു പുതുമയായിരുന്നു, മനസ്സിലായോ? സ്ക്രീനിൽ കാണാൻ അത് ഇതുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ വെച്ചാൽ നമുക്കൊരു ചെറുപ്പക്കാരിയായ അമ്മയായിരിക്കണം, പക്ഷേ എല്ലാ ചെറുപ്പക്കാരികളും അമ്മ വേഷം ചെയ്യില്ല. അപ്പോൾ ലെനയ്ക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ലെനയ്ക്ക് എന്നാൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേറൊരു സബ്ജക്ട് 2 സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്ത, ആ ക്യാരക്ടറും ഈ ക്യാരക്ടറും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടും ലെന ഓക്കെ പറഞ്ഞു. കാരണം ലെന ഏതും ചെയ്യും. ഇപ്പോൾ ലിയോണയുടെ അടുത്ത് ചെന്നാൽ ഞാൻ ചോദിച്ചു, ഇതാണ് വേഷം, ഒരു പോലീസുകാരിയാണ്, ഇതാണ്. അപ്പോൾ കിട്ടിപ്പുള്ളി പറഞ്ഞു ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു. ഇത് വായിച്ചു, സ്ക്രിപ്റ്റ് വായിച്ചു, ഓക്കെ പറഞ്ഞു. ഗോകുലിനെ പിന്നെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഇത് ചെയ്യുന്നപ്പോൾ ഞാൻ ഈ ചെറുപ്പക്കാരെ ലിസ്റ്റ് എടുത്തപ്പോൾ പെട്ടെന്ന് ഗോകുലിൻ്റെ പേര് സജസ്റ്റ് ചെയ്തു. അപ്പോൾ തന്നെ നമ്മൾ ഗോകുലിനെ ഫിക്സ് ചെയ്തു. ഏത് ക്യാരക്ടർ കിട്ടിയാലും അത് ഇപ്പം നോ പറയാണ്ട്, ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ കിട്ടുന്ന ക്യാരക്ടർ പെർഫോം ചെയ്യാം. ഞാൻ നോ പറയുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ നോ പറയുന്നത് എന്നെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടും, അങ്ങനത്തെ റോളുകൾ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്താലെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ കുറേ ക്യാരക്ടേഴ്സ്, ഇവൻ വളരെ നല്ല ഫിലിമായിരിക്കും, നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കും, നല്ല ക്യാരക്ടറായിരിക്കും, പക്ഷെ ഞാനത് ചെയ്തു കഴിഞ്ഞാൽ ഞാനൊരു ബ്രാക്കറ്റിൽ പെട്ടു പോകുമെന്ന് തോന്നിയിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ കുറേ പടങ്ങൾ വേണ്ട വെച്ചിട്ടുണ്ട്. ലൈക്ക് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സ്പിരിറ്റ്, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വിക്രമാദിത്യൻ ഓർ എന്ന് നിന്റെ മൊയ്തീൻ, ആ സമയത്ത് അമ്മ വേഷങ്ങൾ മാത്രം, അതേപോലത്തെ അമ്മ വേഷങ്ങൾ, അല്ലെങ്കിൽ അതേപോലത്തെ ഒരു പോലീസ് ക്യാരക്ടർ, അങ്ങനെ കുറേ അടുപ്പിച്ച് വന്നപ്പോൾ ഞാൻ 5-6 നല്ല സിനിമകൾ വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്.
അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ആയിപ്പെടും. പിന്നെ ഞാൻ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ. പിന്നെ അതിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ വളരെ കോൺഷ്യസ് ഡിസിഷൻസ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോ പറയുന്നത് നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കും, പക്ഷെ അതിൻ്റെ ഒന്നും ആയിട്ടുണ്ടാവില്ല. പ്രൊഡക്ഷൻ സൈഡും ഒന്നും കവേർഡ് ആയിരിക്കില്ല. അങ്ങനത്തെ കുറേ സ്ക്രിപ്റ്റ്സ് കേട്ടിട്ടുണ്ട് മുമ്പ്. ഇപ്പം ഞാൻ കേൾക്കാറില്ല. ഞാൻ പറയാറുള്ളത് വൺസ് ദ പ്രോജക്റ്റ് ഇസ് ഓൺ, പ്രൊഡക്ഷൻ എല്ലാം ആയിക്കഴിഞ്ഞ് എല്ലാം പ്രോജക്റ്റ് ഓൺ ആയി കഴിയുമ്പോൾ എന്നോട് വന്ന് കഥ പറയുമെന്ന് ഇപ്പോൾ കുറേ പേരോട് പുതിയ ആൾക്കാരുടെ അടുത്ത് പറയേണ്ടി വരാറുണ്ട്. ബിക്കോസ് സംടൈംസ് സ്ക്രിപ്റ്റ് അത്രയും നല്ലതാണ്. ഞാൻ ചില കഥകളൊക്കെ കേട്ടിട്ടുള്ളത് ഗംഭീര കഥകളും സ്ക്രിപ്റ്റ്, അവർക്ക് ഒന്നും ആയിട്ടില്ല, പ്രൊഡക്ഷൻ ഓൺ ആയിട്ടില്ല. അപ്പം ഐ എം നോട്ട് വൺ ഓഫ് ദോസ് ആക്ടേഴ്സ് ഹു ക്യാൻ ഹെൽപ്പ് ദം ഗെറ്റ് എ പ്രൊഡക്ഷൻ. അപ്പം ഞാൻ അവരുടെ ടൈമും എൻ്റെ ടൈമും അങ്ങനെ വേസ്റ്റ് ചെയ്യാറില്ല. അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടേഴ്സ് ആൻഡ് എ ഗുഡ് റോൾ, ഞാൻ റോൾ നോക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഡയറക്ടർ ആരാണ് വിളിക്കുന്നതെന്ന് നോക്കും. ആൻഡ് ഇഫ് ദേ തിങ്ക് യു ആർ ആപ്റ്റ് ഫോർ ഇറ്റ്, ചിലപ്പോൾ നമ്മളെക്കാളും നല്ല ജഡ്ജ്മെന്റ് അവരുടെ ആയിരിക്കും. പലപ്പോഴും നമുക്ക് തോന്നും ആ ക്യാരക്ടർ ഞാൻ ചെയ്താൽ ശരിയാവുമോ, പക്ഷെ അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കറക്റ്റ്. ലൈക്ക് രഞ്ജിത്ത് സാർ എന്നെ സ്പിരിറ്റിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അതുവരെ ഒരു പോലീസ് വേഷം ചെയ്തിട്ടില്ല. എനിക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു സമയത്താണ് എന്നെ അതിൽ കാസ്റ്റ് ചെയ്തത്. എന്നൊന്നും ഇന്ന ഇതിൽ ആ ക്യാരക്ടർ ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്കിപ്പോൾ പോലും എന്നോട് ചോദിച്ചാൽ ഞാൻ അത് ശരിയാവോ എന്നേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഐ ലേൺ ടു ട്രസ്റ്റ് ദ ഡയറക്ടർ. അപ്പോൾ അതോടുകൂടിയിട്ട് ഇഫ് സംബഡി ഈസ് ഓൾറെഡി ആൻ എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടർ, പിന്നെ ഇവിടെ യു ആർ ഡീലിംഗ് വിത്ത് എ ബിഗ് ബ്രാൻഡ്, ബ്രാൻഡ് ആസ് ദാറ്റ് ഹി ഹസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ഹിസ് ഹാർഡ് വർക്ക്. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ ഒരു പാർട്ട് ആവുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയൊരു കാര്യമാണ്. ആൻഡ് ഐ ആക്ച്വലി എൻജോയ് വർക്കിംഗ് വിത്ത് ജിത്തു സർ. ഐ റിയലി ലൈക്ക് ഹിസ് എൻറ്റയർ ഫാമിലി. ഞാൻ ആക്ച്വലി ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഇഫ് ഐ എവർ ബിക്കം എ ഡയറക്ടർ ഐ ഹാവ് ടു ഫസ്റ്റ് ഗോ ആൻഡ് ലേൺ സം ടിപ്സ് ആൻഡ് ട്രിക്സ് ഫ്രം ഹിം, നോട്ട് ആസ് മച്ച് ആസ് ഡയറക്ടിങ്, ബിക്കോസ് അത് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയാണ്. But the way he has leadership qualities, management skills, artist management, finance management, the way he understands business of cinema, ഒരു മാസ്റ്റർ ക്ലാസ്സിന് നമുക്ക് ആക്ച്വലി എടുത്താൽ നല്ല പെയ്ഡ് മാസ്റ്റർ ക്ലാസ് ആയിരിക്കും കേട്ടോ. അത് നമുക്ക് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഞാൻ പോയി പഠിക്കട്ടെ. ഇപ്പൊ എപ്പോഴും സാർ തന്നെ പറയേണ്ടത് ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പൊ സാധാരണക്കാരനായിട്ട് ജീവിച്ചു വന്നുകൊണ്ടായിരിക്കും ഇത്രയും കൂടുതൽ സ്കിൽസ് കൂടുതലായിട്ടും ഈ ലൈഫ് എക്സ്പീരിയൻസിൽ പഠിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല അല്ലേ, ഇത് ബേസിക്കലി അവസാനം സാധാരണക്കാരനായിരുന്നു. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കർഷക കുടുംബത്തിൽ നിന്ന് വന്നൊരു നാട്ടിൻപുറത്തിൽ. ബേസിക്കലി വി ആർ റബ്ബർ പ്ലാന്റേഴ്സ്. ഫാദർ പൊളിറ്റീഷ്യൻ ആയിരുന്നെങ്കിലും പുള്ളി ഒരു സാധാരണ കൃഷിക്കാരൻ്റെ, പുള്ളി വളരെ ആക്സിഡൻ്റലി പൊളിറ്റിക്സ് വന്ന് ചാടിയതാണ്. ഗ്രാൻഡ് ഫാദറിനൊന്നും താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ വന്ന് പുള്ളി ഒരു കൃഷിക്കാരൻ്റെ മനസ്സാണ്. അപ്പം നമ്മൾ അതിനകത്ത് മിതത്വവും കാര്യങ്ങളും, എൻ്റെയൊക്കെ ഫാദർ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ 2 കാർ കിടക്കുമ്പോൾ പുള്ളി ബസ്സിനെ ട്രാവൽ ചെയ്യുള്ളൂ. കാർ എടുത്തുകൊണ്ട് പോകുന്നത് ഞാനാണ്. ഞങ്ങൾ രണ്ടും പോകുന്ന ഒരു സ്ഥലത്തേക്കായിരിക്കും. അപ്പോഴത്തേക്ക് വൈകുന്നേരം വന്നിട്ട് പറയും, ഞാനിങ്ങനെ ഉലുന്തിച്ച് കഷ്ടപ്പെടുന്നു, മാനെടുത്ത് അടിച്ച് പൊട്ടിച്ച് എന്ന് പറയും. കാരണം അതാണ് അവരുടെ മനസ്സ്. വീട്ടിൽ ഫാദർ പറയായിരുന്നു, ഇറച്ചിയുള്ളപ്പം മീനുള്ളപ്പോൾ ഇറച്ചി, രണ്ടും കൂടെ വെക്കേണ്ട ടേബിളിൽ. സുഖിമാന്മാരായി പോവും. രാവിലെ 5:30-6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കണം, അതിനപ്പുറത്തേക്ക് കിടക്കാൻ പാടില്ല. ചില സമയത്ത് ദേഷ്യം വേണം, 6 ഇഞ്ച് മെത്തേ കിടന്ന് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയും. നമ്മൾ കോളേജും കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താന്ന് പിന്നെ ഒരു ഇതില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനത്തെ ഒരു ട്രെയിനിങ്ങിലാണ് ഞാൻ എൻ്റെ ഫാദറും മദറും ഒക്കെ അവർ ജീവിക്കുന്നത് കണ്ടു വന്നിരിക്കുന്നത്. പിന്നെ അവർ ഓരോ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് ഓരോ ഇത്, മേ ബി അതിൽ നിന്നായിരിക്കാം എനിക്ക് ക്വാളിറ്റി കിട്ടിയത്. കാരണം എൻ്റെ ബ്രദേഴ്സിനും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ അവരവരുടെ ഫീൽഡിൽ അവരെല്ലാം എക്സൽ ചെയ്തിട്ടുണ്ട്, അവരവരുടേതായ രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ അപ്ബ്രിങ്ങിങ്ങിൻ്റെ ഗുണമായിരിക്കാം ഒന്നത്. പിന്നെ രണ്ടാമത് ഫാദർ എപ്പോഴും പറയുമായിരുന്ന ഒരു കാര്യമുണ്ട്, അതെനിക്ക് സിനിമാ ഫീൽഡിൽ ഭയങ്കരമായിട്ടും ഞാൻ ഇത് ചെയ്യുന്ന, അതായത് പണം ആരുടെ ആണെങ്കിലും അവർ അധ്വാനിച്ചുണ്ടാക്കിയത് അതിന് വില മതിക്കണം. അപ്പം ഞാനെപ്പോഴും എന്നെ വിശ്വസിച്ച് വരുന്ന ഒരു ഇൻവെസ്റ്റർ എപ്പോഴും അയാളുടെ അടുത്ത് നമ്മൾ പടത്തിന് വേണ്ടത് മുടക്കണം, എന്നാൽ ഈ എന്താ പറയുക വേസ്റ്റേജ് ഓഫ് മണി ഉണ്ടാകാൻ പാടില്ല. കുറേ ഷൂട്ട് ചെയ്തിട്ട് എനിക്കത് പറ്റത്തില്ല. അങ്ങനെ ചിലർക്ക് അതായിരിക്കും അതിൻ്റെ രീതി. ഞാൻ അവരെ കുറ്റം പറയല്ല, എൻ്റെ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് ആവശ്യമില്ലാത്ത ഷൂട്ട് ചെയ്ത് ആവശ്യമുള്ള, അപ്പം എഡിറ്റഡ് സ്ക്രിപ്റ്റുമായിട്ട് ഇറങ്ങുക, ഇങ്ങനെയൊക്കെ ചില രീതിയുണ്ട്. അപ്പം എൻ്റെ ടീമിന് എൻ്റെ രീതികൾ അറിയാം, അപ്പോൾ അവരും ശ്രദ്ധിക്കും. ചില കാസ്റ്റിങ്ങിലേക്ക് ഇപ്പോൾ ഈ പടത്തിന് തന്നെ ഞാനും പ്രൊഡ്യൂസറുമായിട്ട് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. പ്രൊഡ്യൂസർ തന്നെ അവസാനം പറഞ്ഞു, ഞാൻ ഇനി അങ്ങോട്ട് വന്നില്ല, അതായിരിക്കും പടത്തിൻ്റെ നല്ലതെന്ന്. പുള്ളി ഒരു ആർട്ടിസ്റ്റിൻ്റെ പേര് പറഞ്ഞത് ഭയങ്കര എക്സ്പെൻസീവ്. ഞാൻ എനിക്ക് അത്രയും പൈസ മുടക്കി ഈ ക്യാരക്ടറിനെ ആർട്ടിസ്റ്റിനെ വേണ്ട, വലിയ ആർട്ടിസ്റ്റാണ്, എനിക്ക് ആവശ്യമില്ല.
ഈ സിനിമയുടെ അതിനകത്തുനിന്ന് ഇത്ര ലക്ഷം സേവ് ചെയ്യുന്നത് ഇതിൻ്റെ മേക്കിങ്ങിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഞാൻ അങ്ങനെയാണ്. അവസാനം ഷാജി പറഞ്ഞു, ഷാജിയുടെ കൂടെയുള്ള ഒരാളുണ്ട് മിഥുൻ പറഞ്ഞു, ഷാജി ചേട്ടൻ അങ്ങോട്ട് ചെല്ലാതിരിക്കാമെങ്കിൽ ആ പടം നല്ല രീതിയിൽ പോയി എന്ന് പറഞ്ഞു. മനസ്സിലായി. അപ്പം എൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതി അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്നെ ചെറുപ്പം തൊട്ട് എന്നെ പഠിപ്പിച്ചതിൻ്റെയും ഇതിൻ്റെയൊക്കെ ആയിരിക്കാം. പിന്നെ എല്ലാവരുടെയും ലൈഫിൽ ഓരോരോ കാഴ്ചപ്പാടുകളുണ്ടല്ലോ, അതനുസരിച്ച് ഓരോ ക്യാരക്ടറിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ, അതൊക്കെ ആയിരിക്കും. ഇപ്പം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് സിനിമ ചെയ്യുമ്പോൾ 2 രീതിയിൽ പെർഫോം ചെയ്യാം. ഒന്ന് കഥ കേട്ട് നമ്മുടേതായ രീതിയിൽ ഉൾക്കൊണ്ട് പെർഫോം ചെയ്യുന്നവരുണ്ട്. രണ്ടാമത് ഡയറക്ടർ പറയുന്നതനുസരിച്ച് പെർഫോം ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ എത്തരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റാണ്? ഐ തിങ്ക് രണ്ടും വേണമെന്ന് അല്ലേ. ഇപ്പോൾ ജിത്തു സാറിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാ വെച്ചാൽ, നമ്മളോട് ഈ സിനിമയിൽ ഞാൻ കണ്ടത് നമ്മളോട് ചെയ്തോന്ന് പറയും, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞു തരും. അതായത് നമ്മുടെ ഒരു വേർഷൻ എന്താണെന്നുള്ളത്, ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ മനസ്സിലാക്കിയ വേർഷൻ എന്താണെന്നുള്ളത് സാർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അതിലെന്തെങ്കിലും ഇനി എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രം പറയും, അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അതിനൊരു യുണീക്ക് ഫ്ലേവർ, ഒരു കൈൻഡ് ഓഫ് ഫ്ലേവർ കിട്ടും എന്നുള്ളതാണ് ഐ തിങ്ക് ഹി ബിലീവ്സ്. അത് ഓരോ ചിലപ്പോൾ ചില ഡയറക്ടേഴ്സിന് എനിക്ക് അതന്നെ വേണം എന്നുള്ള രീതിയിലുണ്ടാവും, ആളുടെ ഒരു വിഷനിലുള്ള രീതിയിലുള്ള അപ്പം ഐ തിങ്ക് വി ഷുഡ് വേഴ്സറ്റൈൽ ആവണം, ഇത് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും, ഫ്ലെക്സിബിൾ ആവണം ഐ തിങ്ക് എല്ലാ ഒരു ആസ് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ സാറ് 12th മാനിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരുന്നു. റാമിലും ഇതിലും ഒക്കെ ഇങ്ങനെ ഡിഫറെൻറ്റ് ആസ് പെർ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതുണ്ട്. പക്ഷേ നമുക്കൊരു ധാരണ എന്തായാലും ഉണ്ടാവണമല്ലോ അബൌട്ട് ദ ക്യാരക്ടർ, ആൻഡ് നമ്മൾ അത് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും ഉള്ളിൽ. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഡയറക്ടർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കലാണ് നമ്മുടെ പണി. അപ്പോൾ ഇത് രണ്ടും കൂടി എവിടെയെങ്കിലും ഒരു എന്താ പറയുക, ഒരു മിഡ് പോയിന്റിൽ വന്നിട്ട് ഇഫ് യു ആർ ഏബിൾ ടു കോർഡിനേറ്റ് ഓൾ ദീസ് തിങ്സ് ആൻഡ് ദെൻ പെർഫോം, അത് നല്ലതായിരിക്കും. പക്ഷെ മോസ്റ്റ്ലി ജിത്തു സാറിൻ്റെ അവിടെ വരുമ്പോൾ ജിത്തു സാറ് പറയുന്നത് തന്നെയാണ് ഞാൻ ചെയ്യല്. അങ്ങനെ തന്നെയല്ലേ? അതല്ല, ചില കോംപ്ലിക്കേറ്റ് ഇപ്പം ഇതിനകത്ത് പറഞ്ഞ പോലെ ചില ക്യാമറ മൂവ്മെന്റ്സും ഇതൊക്കെ വരുമ്പോൾ പുള്ളിക്ക് ടെക്നിക്കൽ സ്റ്റഫ് ഒക്കെ ഞാൻ തീരെ ബോധേഡല്ല. ക്യാമറ എൻ്റെ അടുത്ത് എപ്പോഴും പറ്റി തിരിഞ്ഞേക്കുന്നത് അങ്ങനെയൊക്കെ എനിക്ക് ക്യാമറ എവിടെയാണെന്ന് പോലും ചിലപ്പോൾ അറിയില്ല. അതിനെനിക്ക് നല്ല ചിത്രം ഇട്ടാറുണ്ട് എല്ലാവരും തൊട്ടും. പക്ഷെ അങ്ങനെ ബോധേഡ് അല്ലാത്ത ആക്ടേഴ്സിന് ഡയറക്ടർ ഇങ്ങനെ ടെക്നിക്കൽ സംഭവങ്ങൾക്ക് എനിക്ക് ഐ ഡെഫിനറ്റ്ലി നീഡ് ഹെൽപ്പ്. അപ്പം ഞാൻ എപ്പോഴും സാറിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ഞാൻ ഒരു ആക്ടർ എപ്പോഴും ആ ഫിലിമിൻ്റെ എംപ്ലോയി ആണെന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യാറുള്ളത്. ദറ്റ് ഐ എം ഹിയർ ബിക്കോസ് ദാറ്റ് ഡയറക്ടർ ഓർ ദാറ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ ഹാസ് കാസ്റ്റ് മീ. സോ അവർക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട്. പിന്നെ തുടക്കത്തിലൊക്കെ ജസ്റ്റ് പ്യുവർലി അതായിരുന്നു. ഇപ്പോൾ അവർ കുറേയൊക്കെ എൻ്റെ ഓൾറെഡി ഒരു സ്കിൽ സെറ്റ് കണ്ടിട്ടുണ്ട്. സോ ഒരു സർട്ടൻ എക്സ്പെക്റ്റേഷൻ അവർക്ക് നമ്മളുടെ നിന്നുണ്ട്. അപ്പം അതിപ്പോൾ സെക്കൻഡ് നേച്ചറായി. ദാറ്റ് യു ട്രൈ ടു ബി ഡിഫറെൻറ്റ്. നമുക്ക് തന്നെ നമ്മുടെ ഒരു 200ഓളം സിനിമകളിൽ നിന്നും വ്യത്യാസം വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ തന്നെ പേഴ്സണാലിറ്റിയിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ഞാനിപ്പോൾ എൻ്റെ ക്യാരക്ടേഴ്സിൽ കാണുന്നത്. ബിക്കോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറുന്നൊരു വ്യക്തിയാണ്. ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി മാറും. ഇപ്പോൾ 2 years ബാക്ക് ഐ ഗോട്ട് മാരീഡ്. സോ മൈ എൻറ്റയർ വേൾഡ് വ്യൂ, ദ വേ ഐ ലുക്ക് അറ്റ് ലൈഫ്, ദ വേ ഐ ലുക്ക് അറ്റ് മൈ സെൽഫ് എല്ലാം മാറിയിട്ടുണ്ട്. സോ ദാറ്റ് ബ്രിങ്സ് ദ ന്യൂ ചേഞ്ചസ് ഇൻ ദ ക്യാരക്ടേഴ്സ് ഐ പ്ലേ. അപ്പം ബിക്കോസ് അല്ലെങ്കിൽ നമുക്ക് ഗോഷ്ടി കാണിച്ച് വ്യത്യാസം വരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ആകെ നവരസങ്ങളേ ഉള്ളൂ. ഈ നവരസങ്ങൾ വെച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഐ വോണ്ട് ടു നോ വാട്ട് ദ സ്ക്രിപ്റ്റിൽ തന്നെ വളരെ ക്ലിയർ ആണെങ്കിൽ അതിൽ നിന്നൊരു 100% കിട്ടി. പിന്നെ ഡയറക്ടർ വളരെ ക്ലിയർ ആണ്, ഡയറക്ടർക്ക് എന്താ വേണമെങ്കിൽ അതിൽ നിന്നൊരു 100% കിട്ടി. പിന്നെ യു ഹാവ് ടു ഡു യുവർ 100%, വിച്ച് ഇസ് ഫ്രോം ലുക്സ്, പിന്നെ മാനറിസംസ്. ഇതൊക്കെ ഓൾറെഡി ക്ലിയർ ആയാലും നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മുടെ ലൈൻസ് വളരെ ക്ലിയർ ആയിരിക്കണം. ഇതെനിക്ക് പണ്ട് ഏതൊരു ഇൻ്റർവ്യൂന്ന് കിട്ടിയതാണ്. നമ്മുടെ ടാക്സി ഡ്രൈവർ എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു അവർ അതിനെപ്പറ്റി അവരുടെ ഇൻ്റർവ്യൂവിൽ പറയായിരുന്നു ദാറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ടു നോ യുവർ ലൈൻസ് ബൈ ഹാർട്ട്. യു ഷുഡ് നോട്ട് ബി തിങ്കിങ് അബൌട്ട് എന്താണ് എൻ്റെ ഡയലോഗ്. ദാറ്റ് ഷുഡ് നോട്ട് ബി വൺ ഓഫ് ദ തിങ്സ് ആൻ ആക്ടർ ഈസ് എവർ തിങ്കിങ് അബൌട്ട്. സോ ആ ഹോംവർക്ക് ഒരു ആക്ടർ തന്നെ ചെയ്യേണ്ട പണിയാണ്. ഭയങ്കര ബോറിങ് പണിയാണ് കാരവാനിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് മഗ്ഗപ്പ് ചെയ്യാൻ, ഡയലോഗ് ബൈ ഹാർട്ട് ചെയ്യാൻ. ആദ്യം വികാരം ഇല്ലാതെ ബൈ ഹാർട്ട് ചെയ്യാൻ, പിന്നെ അതിലേക്ക് വികാരം കൊണ്ടുവരുന്നതും, പിന്നെ നമ്മളത് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ള ലെവൽ വരെ കുറേ ബോറിങ് ഹോംവർക്ക് ഉണ്ട്. ആ ബോറിങ് ഹോംവർക്ക് നന്നായിട്ട് ചെയ്തിട്ടുള്ളവർക്ക് ഇവിടെ വരുമ്പോൾ
വളരെ ഓൺ ലൊക്കേഷൻ നമ്മൾ കുറേം കൂടെ ക്രിയേറ്റിവിറ്റിയിൽ മാത്രം ഫോക്കസ്ഡ് ആയിരിക്കും. ഈ മഗ്ഗിങ് അപ്പിലും അയ്യോ അത് കിട്ടിയോ, എൻ്റെ ഡയലോഗ് ഏതാ, ഒന്ന് പ്രോംപ്റ്റ് ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഐ ഫീൽ നമ്മൾ നമ്മുടെ ജോലി ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പം ഇങ്ങനെ കുറേ ഇൻപുട്സ് വരാനുണ്ട് എല്ലാ സൈഡിൽ നിന്നും. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ റീഇൻവെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഓവർ ദ ഇയേഴ്സ് ഞാൻ സ്റ്റേയിലാവും. ഓക്കെ. റെപ്പിറ്റീഷൻ വരും എനിവേ, ബിക്കോസ് ഞാനൊരു സ്റ്റാർ അല്ല, ഞാനൊരു ആക്ടറാണ്. ഐ ഹാവ് ടു കം ഇൻ ആൻഡ് ബിക്കം എ ക്യാരക്ടർ. എല്ലാവരും ലെനെ കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ സ്ക്രീനിൽ വരുന്നത്. അതും കൂടി ഉണ്ട്. ഞങ്ങൾക്കും പെർഫോമൻസ് വെച്ചിട്ട് കാണാൻ അതെ, പെർഫോമൻസ് കാണാനാ വരുന്നത്. Yes. അല്ലാതെ നമ്മൾ അമിതാഭ് ബച്ചനെയോ രജനീകാന്തിനെയോ ഇപ്പോൾ നമ്മൾ പറയുന്ന ലാലേട്ടനും മമ്മൂക്ക അങ്ങനത്തെ വലിയ സൂപ്പർ സ്റ്റാർസിനെ കാണാൻ മുമ്പ് ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് സൂപ്പർ സ്റ്റാർസ്. നമ്മളവരുടെ ഈ പടത്തിൽ നന്നായി അഭിനയിക്കുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ പോകുന്നത്. പക്ഷേ ഇപ്പം എന്നെ പോലത്തെ ക്യാരക്ടർ ആർട്ടിസ്റ്റിനെ അവരുടെ പെർഫോമൻസ് ഈ പടത്തിൽ നന്നായിരിക്കും എന്ന് ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോകുന്നത്. അത് നമ്മൾ നിരാശപ്പെടുത്തി അതോടുകൂടെ നമ്മുടെ ഈ എക്സിസ്റ്റൻസ് തുടക്ക സമയത്ത് ഇപ്പം വർഷങ്ങളായിട്ട് നിങ്ങൾ നിൽക്കുന്നു, പുതിയതായിട്ട് വരുന്നു. ഇപ്പം ആദ്യ സിനിമ ചെയ്യുന്ന പോലെ ഇപ്പോഴത്തെ സിനിമ ചെയ്യണത്. അപ്പം നിങ്ങൾ ഓരോ സിനിമ കഴിയുമ്പോൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമല്ലോ. സിനിമയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ പഠിച്ചൊരു കാര്യം എന്താ, അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിച്ച് വന്നിട്ട് അതിനൊരു വലിയൊരു മാറ്റം സംഭവിച്ചത് എന്തായിരുന്നു? അതെൻ്റെ ഫസ്റ്റ് സിനിമയുടെ പ്രൊഡ്യൂസർ ഒരു കാര്യം പറഞ്ഞു, അത് ഞാൻ പറയുന്നില്ല ഇവിടെ പബ്ലിക്കായിട്ടത് പറയുന്നില്ല. അത് വളരെ സത്യമായിരുന്നു. അപ്പോൾ എന്നാലും ഞാനത് പ്രതീക്ഷയില്ല. പക്ഷെ ഞാൻ ഇൻഡസ്ട്രി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു സിനിമ വർക്ക് ചെയ്തു. ആ സിനിമയിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് നമ്മളിങ്ങനെ ഒരു 10, 40, 50 ദിവസം ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു സ്വാഭാവികമായിട്ടൊരു റിലേഷൻഷിപ്പ്, ഒരു സൗഹൃദം ഫോം ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ അത് ഒരു 90% കേസിലും അത് അന്നേരത്തെ ഒരു ഒരു എന്താ അത് ഗെറ്റ് അലോങ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അതൊരു സൗഹൃദമല്ല. വളരെ റെയറായിട്ട് അതിനകത്ത് നല്ല സൗഹൃദം കിട്ടുകയുള്ളൂ. കാരണം ഒരു രസമുണ്ടായി, ഞാൻ ആ സിനിമയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു ടീം ഭയങ്കര ഹിറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ അതിനകത്ത് ഒരാളുമായിട്ട് കൂടെ ഞാൻ അഭിനയിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായി. അല്ല, എൻ്റെ പടത്തിൽ പുള്ളി അഭിനയിക്കാൻ സാഹചര്യം ഉണ്ടായി. എന്നിട്ട് ഈ പടം ഇറങ്ങി ഓടി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫംഗ്ഷൻ്റെ സമയത്ത് എപ്പോഴും കണ്ട് വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് മറ്റൊരു ഒന്നിച്ച് വർക്ക് ചെയ്താൽ ഞാൻ അവരൊക്കെ പടം കണ്ടോ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. അവരുടെ ഒന്നും കോൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, പടം ഹിറ്റായതുകൊണ്ട് അവർ വിളിക്കുകയായിരിക്കുന്നു. അങ്ങനെ സംസാരിക്കും. ഞാനോർത്ത് അവരൊക്കെ ഭയങ്കര സുഹൃത്തുക്കളായിരിക്കും എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നെ പറഞ്ഞു, ഇത് സിനിമയിലെ സൗഹൃദം എന്നൊക്കെ പറയുന്നത് എല്ലാവരും നിലനിൽപ്പിൻ്റെ ഭാഗവും ഇതുമൊക്കെയാണ്. അതൊരു പർട്ടിക്കുലർ ഇതിനു വേണ്ടി വന്ന് നിന്ന് വർക്ക് ചെയ്തു, പിരിഞ്ഞു പോയി. പിന്നെ എല്ലാവരും അവരുടെ എക്സിസ്റ്റൻസ്, അതൊരു കുറ്റമല്ല, അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതൊരു വലിയ സത്യമാണ്. അത് നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെയൊന്നുമല്ല, പക്ഷെ അകത്തേക്ക് കയറുമ്പോഴത്. പക്ഷെ അത് അങ്ങനെ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ പോകുന്ന സിനിമകളിൽ എല്ലാവരുമായിട്ടും ഞാൻ സൗഹൃദം ലൈഫ് ലോങ് കൊണ്ടുപോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുകയല്ല. പക്ഷെ ചിലപ്പോൾ ഇതിനകത്തുനിന്ന് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള നമ്മൾ പറയുന്ന ഇപ്പോഴത്തെ പിള്ളേർ പറഞ്ഞ വൈബ് കിട്ടുന്ന ചില സൗഹൃദങ്ങളുണ്ടാവും. അത് നിൽക്കും. അതിനപ്പുറത്തേക്ക് അത് പറ്റത്തില്ല. അപ്പം ഞാൻ 1-2 പടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പെട്ടെന്ന് എല്ലാവരുമായിട്ട് ഭയങ്കര നമ്മൾ ചിരിച്ച് വർത്താനം ഇതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് വിഷമം വരാൻ തുടങ്ങി. പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നോക്കിയും കണ്ടും ആൾക്കാരെ മനസ്സിലാക്കി ഇത് ചെയ്യാവുള്ളൂ. കാരണം ഇവർ പിരിഞ്ഞു പോകുന്നവരാണ്. അതിനകത്ത് ആണുങ്ങളുണ്ട്, പെൺകുഞ്ഞുങ്ങളുണ്ട്, അങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ട്. അപ്പം ഞാൻ പതുക്കെ ആ റിയാലിറ്റി മനസ്സിലായപ്പോൾ ഓക്കെ. അപ്പം ഞാൻ വരുന്നതിന് മുമ്പ് ഞാനങ്ങനെ ആയത്. പക്ഷെ ഇപ്പോഴും പുറത്തുള്ളവരും ഒത്തിരി ആൾക്കാർ അങ്ങനെ കരുതിയിരിക്കുന്നത്. കാരണം അവരുടെ ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാവും പുള്ളി ഓക്കെ എനിക്ക് മനസ്സിലാകും. അപ്പോൾ അവരും അങ്ങനെയാണ് കരുതിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സെലിബ്രിറ്റി ലൈഫ് എന്ന് കാണുമ്പോൾ ആളുകൾക്ക് പുറമേ ഉള്ളൊരു ചിന്തയുണ്ടല്ലോ, ഇത്രയും സ്ട്രഗിളുള്ള കാര്യവും. ഇപ്പം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ ചക്കപ്പുഴുക്കും മീൻകറി കഴിച്ചെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കുമോ? ചിലർ പുറമെയുള്ളൊരു കുറച്ച് പോസ്റ്റ് ലൈഫ് ആണെന്ന് ചിന്തിക്കുമല്ലോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ സ്കൂൾ ഡേയ്സിൽ ഞാൻ വല്ലപ്പോഴും ഒക്കെ ചൈനീസ് ഫുഡ് ഭയങ്കര ഇതാണ്. അപ്പം അന്നൊക്കെ ഇവിടെ മലയ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കൊച്ചി, കേരളത്തിൽ ആദ്യം ചൈനീസ് ഇത് തുടങ്ങിയത് അല്ല സരിതാ തിയേറ്ററിന് ഓപ്പോസിറ്റ്. അതൊക്കെ എറണാകുളത്താണ്. മലയപ്പം നിന്നു, ഇപ്പം ചിയാങ് അങ്ങനെയൊക്കെ ഇതായി. അപ്പം അന്നൊക്കെ മലയ ഞങ്ങളിവിടെ വരുമ്പോൾ സിനിമ കാണും, അത് കഴിഞ്ഞിട്ട് മലയ വന്ന് ചൈനീസ് ഫുഡ്, എന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോകും. ഈ ചൈനീസ് ഫുഡ് നമുക്ക് വല്ലപ്പോഴും കിട്ടുന്നൊരിതാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ സമയത്ത്
അന്ന് കരുണാകരൻ സാർ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഇങ്ങനെ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ല 9-ലോ 10-ലോ ഒക്കെ പഠിക്കുന്നത്. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ടപ്പം ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ എന്തോ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന എന്തോ ഒരു ഫോട്ടോ പത്രത്തിൽ നിന്നു. അപ്പം ഞാൻ അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മച്ചി ഞാൻ ഇങ്ങനെ ചോദിക്കാം, ഈ കരുണാകരനൊക്കെ എല്ലാ ദിവസവും ചൈനീസ് ആയിരിക്കും എന്താ പറഞ്ഞ പുള്ളിക്കാരൻ കഞ്ഞിയാ പുള്ളിയുടെ ഫേവറേറ്റ്, അങ്ങനെ എന്തോ ഒരു ഫുഡ് പറഞ്ഞു. പുള്ളിക്കൊക്കെ വേണ്ടേ മനസ്സിലായോ? ശരി, ഇപ്പൊ നമ്മള് നിങ്ങളെ കുറിച്ച് ചിന്തിക്കല്ലോ. നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ പല തോട്ട്സ് അത് കഴിഞ്ഞ് അതിങ്ങ് മാറി വലുതാകുമ്പോൾ ഇത് ഇപ്പം ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എനിക്കൊന്ന് മലയാളം ഇൻഡസ്ട്രിയിലൊന്നും അത്രയില്ലെന്നോ കുറച്ചുകൂടെ. ഞാൻ ഈ ഒരു തവണ ഇതിന് പോയി, ഈ മറ്റേ സൈമ അവാർഡ്സിന് ദൃശ്യത്തിൻ്റെ സമയത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത്ര മണിയാകുമ്പോൾ വിജയ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞു 6:30 ആകുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പങ്ക്ച്വാലിറ്റി ഒരു വലിയ താല്പര്യമുള്ള കൂട്ടം. അപ്പം ഞാൻ 6:30 ആയപ്പോൾ ഇറങ്ങി ഇവിടെ വന്ന് താഴെ റിസപ്ഷൻ വന്നിട്ട് വിജയനെ വിളിച്ചു. ഞാൻ 6:30 പറഞ്ഞോളൂ, പക്ഷെ അത് ഉച്ചയോടെ കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ച് റൂമിലൊന്നും കാണാനില്ല. അപ്പം ഞാനിവിടെ ഇരുന്നു. അപ്പോൾ ഇങ്ങനെ സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സ് ഇങ്ങനെ കുറേ പേര് പോകുന്നു, ആക്ടേഴ്സ് ആക്ട്രസസ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പോലെ ഇത് 2013 അറിയാട്ടോ. അപ്പോൾ ഇങ്ങനെ വാക്കി ടോക്കിയിൽ ഈ പറഞ്ഞ സെക്യൂരിറ്റീസ് പറയുന്നു, പെട്ടെന്ന് അവിടുന്ന് സെക്യൂരിറ്റിക്ക് എന്തോ ഒരു ലിഫ്റ്റ് വരുന്നു, ഭയങ്കര ബഹളം. അത് ചെയ്തു, അവർ പായുന്നപ്പോൾ അമിതാഭ് ബച്ചനെങ്ങാനുമാണ് വരാൻ പോകുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര സ്റ്റൈലിഷ് സാരിയൊക്കെ എടുത്തൊരു ആക്ട്രസ് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇങ്ങനെ നേരെ ഇങ്ങോട്ട് വന്ന് അപ്പോൾ ഞാനിവിടെ ഇവിടെ ഞാൻ നോക്കി. അപ്പോൾ ആദ്യം പുള്ളിക്കാരത്തി നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നോക്കിയിരുന്നു, ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് എന്തോ പറഞ്ഞു, പെട്ടെന്ന് പുള്ളിക്കാരത്തി അപ്സെറ്റ് ആവുന്നു, ചെയ്യുന്നു, സ്പീഡിൽ തിരിച്ചു പോകുന്നു, വേഗം ലിഫ്റ്റ് ചെയ്യുന്നു, ഇവിടെ ചെയ്യുന്നു, പെട്ടെന്ന് എല്ലാവരും പാനിക്കാവുന്നു, തിരിച്ചു പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അപ്പോൾ വിജയ് അതിൻ്റെ അവിടെയൊക്കെ ഓടി നടക്കുന്നുണ്ട്. ഞാൻ ഓക്കെ എന്തോ പ്രശ്നം പറ്റിയല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ. അപ്പോൾ വിജയ് എനിക്കത് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഭയങ്കര. ഞാൻ വിജയ് വിളിച്ചു ചോദിച്ചു എന്താ പറ്റിയെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരത്തി ഇറങ്ങി വന്നപ്പോഴാണ് അറിഞ്ഞത് പുള്ളിക്കാരത്തിയുടെ ആ ലെവലിലുള്ള വേറൊരു ആക്ട്രസ് ഉണ്ട്, ഇറങ്ങിയിട്ടില്ല എപ്പോഴും. അപ്പോൾ ആദ്യം ചെന്നിരിക്കുന്നത് അത് ശരിയല്ലല്ലോ, പുള്ളി തിരിച്ചുപോയി. പിന്നെ ഇവർ രണ്ടുപേരും ഞാൻ 6:30 അവിടെ വന്നിരിക്കുന്നല്ലേ, ഞാനൊരു 7:15 സ്റ്റേജിൻ അങ്ങോട്ട് പോയി. അവിടെ പോയിരുന്നപ്പോൾ അവിടെ തമിഴിൻ്റെ മലയാളം സെപ്പറേറ്റ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും 8:30 മറ്റേ ആൾ വന്നു. അത് കഴിഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം ഈ പാർട്ടി. അപ്പം എന്തൊരു കോമ്പറ്റീഷൻ, എവിടെയെല്ലാം എന്തെല്ലാം കാര്യത്തിലാണ് കോമ്പറ്റീഷൻ. എന്തിനാണ് ഞാൻ ആലോചിച്ചു ഇതിലൊക്കെ എന്താണ് കാര്യം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. ഞാനൊരു ഗെയിമിലേക്ക് പോവാണ്. നമ്മുടെ സിനിമ വലതുവശത്തെ കള്ളനായതുകൊണ്ട് ഒരു കുഞ്ഞി കള്ളം പറയുന്ന ഒരു ഗെയിമിലേക്ക് പോവാണ്. ഒട്ടും ഭാവ വ്യത്യാസമില്ലാതെ കള്ളങ്ങൾ പറയാൻ കഴിയുന്നത് ആർക്കാണ്? കള്ളല്ല പറയണ്ട സാറിന്. സാർ ഡെയിലി കള്ളം പറയും. എന്നോട് എൻ്റെ മദർ പറയായിരുന്നു നീ വല്ല വക്കീലാകാൻ പോകണമായിരുന്നു. സാർ എന്താ അറിയോ, നമ്മള് ഇപ്പോ സാർ തന്നെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഒരു ആക്ടർ ലേറ്റ് ആയിട്ട് വന്നു, പറയുന്ന എക്സ്ക്യൂസ് വളരെ എല്ലാവർക്കും അറിയാം. ഇല്ല ഭയങ്കര ബ്ലോക്ക്. അതെ ഈയിടെയായിട്ട് ഭയങ്കര ബ്ലോക്ക്, ടാക്സി ഒക്കെ ഭയങ്കരമായിട്ട് കൂടി, എനിക്കറിയാമല്ലെന്നുള്ളൂ. പക്ഷെ കേൾക്കുന്ന ആർക്കും മനസ്സിലാവില്ല സാർ കള്ളം പറയണം. ഭയങ്കര അഭിനയാ. സാറിന് പെർഫോം ചെയ്ത് കാണിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങളെ അഭിനയം എന്ന് പറയുന്ന സമയത്ത് നിങ്ങളെ ചെയ്യുന്ന കാര്യം പെർഫോം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ചിലർ ആവശ്യപ്പെടുമ്പോ അല്ലെങ്കിൽ അങ്ങനെ അല്ല, അതുകൊണ്ടല്ല അത് തന്നെ. കാരണം എന്താ പറയുക, അല്ലെങ്കിൽ നമ്മളെപ്പോഴും കാണിച്ചു കൊടുത്താൽ നമ്മുടെ സ്റ്റൈലിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ തനിക്ക് 1-2 തവണ ഇത് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് റാമിലും കാണിച്ചു തന്നിട്ടുണ്ട്, ഇതിലും കാണിച്ചു തന്നിട്ടുണ്ട്, 12th മാനിൽ കാണിച്ചു തന്നിട്ടില്ല. ഓക്കെ, ഈ കൂട്ടത്തില് സാറാണ്. ഓക്കെ, ഞാൻ പറഞ്ഞുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരുന്നു എൻ്റെ രണ്ടാമത്തെ ചോദ്യം. ലേറ്റ് ആയി വരുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമുള്ള കള്ളങ്ങൾ പറയുന്ന ആരാണ്? ആ കള്ളം ഞങ്ങള് 3 പേരും പാവങ്ങളാ. ഞങ്ങള് ഓൺ ടൈം പങ്ക്ച്വൽ, കുറച്ച് നേരത്തെയും വരുന്ന കൂട്ടത്തില. അല്ല ഇവരൊക്കെ കറക്റ്റ് ആയിട്ട് അങ്ങനെ കള്ളങ്ങള് ഇവരൊന്നും ഇവരൊക്കെ അല്ലല്ല ഇവര് മാത്രമല്ല, ഇതിന്റെ അർത്ഥം എല്ലാവരും അങ്ങനെയാന്നല്ല. പ്രൊഫഷണൽസ് കീപ്പ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ ഇപ്പം ഞാൻ ഇപ്പം ലാൽ സാറിനോട് രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ 6:30 ഒരു വിത്ത് മേക്ക് ഒരു ഷോട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ എന്നെ മോനെ വരും. അദ്ദേഹത്തിന് എത്രയേ ഉള്ളൂ, 6:30 നമ്മൾ പറഞ്ഞാൽ 6:30 വരുമ്പോൾ ഷോട്ട് എടുക്കണം, മനസ്സിലായോ? അപ്പോൾ 6:30 വന്നിട്ട് പിന്നെ 8:30 ഷോട്ട് എടുക്കണമെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് 1-2 തവണ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാർ അങ്ങനെ ഇത് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ആവശ്യത്തിന് റിക്വസ്റ്റ് ചെയ്യും.
അത് നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കുന്നത്. ഞാൻ ബോഡി ചെയ്യുമ്പോൾ ഋഷി കപൂർ സാർ അദ്ദേഹത്തിന് രാത്രി ഷൂട്ട് താല്പര്യമില്ല. ഈ ഒരു പ്രായോഗികമായപ്പോഴത്തേക്കും ഒരു 7 മണി 7-8 മണി കഴിയുമ്പോൾ അദ്ദേഹം ഇറിറ്റേറ്റഡ് ആകുന്നു. ബോഡി എന്ന് പറഞ്ഞ സിനിമ നൈറ്റ്, കൂടുതലും നൈറ്റാണ്. അപ്പോൾ ഞങ്ങൾ ബോംബെയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം പ്രൊഡ്യൂസർ വന്നിട്ട് എന്നോട് പറഞ്ഞു, കുറേ നമ്പർ ഓഫ് ഡേയ്സ് വെച്ചിട്ട് ഞങ്ങൾക്ക് മൗറീഷ്യസിന് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു 3 ദിവസം ഇച്ചിരി അങ്ങ് നൈറ്റ് കയറി പോവുകയാണെങ്കിൽ ഇതാണ്. ഞാൻ പറഞ്ഞു സാറിനോട് സംസാരിക്കും. ഇല്ലില്ല, ജിത്തുവിനെ വലിയ കാര്യം, ജിത്തു എന്ന് പറഞ്ഞു നോക്കുന്നു. അപ്പം ഞാൻ ചെന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, പറഞ്ഞു സാർ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഇപ്പം നമുക്കൊന്ന് കുറച്ച് ലേറ്റ് നൈറ്റ്. ടിൽ വാട്ട് ടൈം? അപ്പം ഞാൻ പറഞ്ഞു 11 o'clock. ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് 10:50 ആയപ്പം ഞാൻ പാക്കപ്പ് ചെയ്തു. അപ്പോൾ സാർ അവിടെ ഇറങ്ങി വന്നു, സാർ ഐ കെപ്റ്റ് മൈ പ്രോമിസ്, ദാറ്റ്സ് വൈ ഐ ലവ് യു എന്ന് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ വന്നിട്ട്, സാർ ഇന്ന് എത്ര മണിയാ? 12 o'clock. ഓക്കെ കറക്റ്റ് വന്ന തീർന്നില്ലായിരുന്നു, ഞാൻ ഉദ്ദേശിച്ച പോലെ തീർന്നില്ല. പക്ഷെ ഞാൻ 12 o'clock പാക്കപ്പ് ചെയ്തു. കാരണം ഞാൻ ആ ഒരു വാക്ക് കൊടുത്തതല്ലേ. 3-ാമത്തെ ദിവസം 1 മണി വരെ നിന്നു. ഇത് കഴിഞ്ഞ് 3 ദിവസമാണ് പറഞ്ഞത് തീർന്നു. ഞാൻ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് എന്നാണ്. ഐ എം ഡൂയിങ് ഓൺലി ഫോർ യു മിസ്റ്റർ ജിത്തു ജോസഫ് എന്ന് പറഞ്ഞിട്ട് പോയി. ഇതാരോടും പറഞ്ഞത് എൻ്റെ ഒരു ശീലമാക്കരുത്. ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ടും അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഇങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് വരാൻ പ്ലാൻ ചെയ്തു, പ്രൊഡ്യൂസറും പുള്ളിയായിട്ട് വരാൻ പ്ലാൻ ചെയ്ത് കരിമീൻ പൊളിച്ച് കഴിക്കണമെന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് അപ്പം ഞാൻ ഹൗസ് ബോട്ട് അദ്ദേഹം കയറിയിട്ടില്ല, അപ്പോൾ അങ്ങനെ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്തിരുന്ന് ടിക്കറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അദ്ദേഹത്തെ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിരുന്നു, US പോവാണ്, ഒന്ന് ക്യാൻസൽ ചെയ്യാൻ. അപ്പോഴാണ് ഇത് ഡയഗ്നോസ് ചെയ്തത്. അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നത് അന്നിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അദ്ദേഹം എനിക്ക് ഭയങ്കര ഒരു ഫാദർലി ഫീൽ ആയിരുന്നു. കാരണം പുള്ളി ഏറ്റവും രസം രാജ് കപൂർ സാർ അദ്ദേഹവും ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അദ്ദേഹം എങ്ങനെ സിനിമയിൽ വന്നു, ഇത് പഴയ കഥകൾ മുഴുവൻ ഇരുന്ന് പറയും. ഭയങ്കര രസം. എനിക്ക് അത് ഞാൻ എന്നോട് ഇരുന്ന് കുറേ നേരം സംസാരിക്കുകയാണ്. ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്, ചൂടാവും. എല്ലാവരെയും അവിടെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം പിൻ ഡ്രോപ്പ് സൈലൻസ് നിന്ന് ഡയലോഗ് പറഞ്ഞുകൊണ്ടിരുന്ന കുറേ കുരങ്ങന്മാർ പറയുന്ന സൗണ്ടാണ്. പെട്ടെന്ന് അതിനോട് കുറെ തെറിയും കുരങ്ങന്മാരോട്. എന്നിട്ട് പുള്ളി ഇതിനെ നോക്കിയിട്ട് ചിരിച്ചു. പുള്ളി അതൊരു ഇതായിട്ട് എടുത്തു. ഞാൻ ഒഴിച്ച് ആ സെറ്റിൽ എല്ലാവരും ചോദിച്ചു എന്നെ ഇന്നേ. കാരണം പുള്ളി ഒന്നാ ഡയറക്ടർ സാറിനെ വിളിക്കുള്ളൂ. ഡബിങ്ങിന്റെ സമയത്ത് എന്തോ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ റൈറ്റർ വേറെ ആളെ റൈറ്റർ ഇത് പറഞ്ഞു, ഡയറക്ടർ അപ്രൂവ് ദിസ്, വേർ ഈസ് ഹീസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ഹിന്ദി ഡബിങ്ങിന് ഞാൻ പോകേണ്ട കാര്യമില്ല, ഞാൻ പോയില്ല. അപ്പം പറഞ്ഞു ദെൻ കോൾ ഹിം എന്ന് പറഞ്ഞു. അപ്പം വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഒരു ചേഞ്ച്. ഓക്കെ ചെയ്താൽ സാർ ഡയറക്ടർ അപ്രൂവ്. ഓക്കെ ദെൻ ഓക്കെ. പ്രൊഫഷണലിസം ഒരു വിഷയമില്ല. പക്ഷെ അതെനിക്ക് തോന്നുന്നു സാർ പറഞ്ഞ പോയിന്റിൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും വിചാരിക്കുന്നത് ട്രസ്റ്റ് ആൻഡ് ഈ റെസ്പെക്റ്റും കിട്ടേണ്ടതാണെന്ന്. ഐ ബിലീവ് ദ ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട് യു ഹാവ് ടു ഏൺ ഇറ്റ്. ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവരുടെ വിചാരം യു ഷുഡ് ബി റെസ്പെക്റ്റഡ് ഓർ ബിക്കോസ് യു ആർ സോ ആൻഡ് സോ യു ഷുഡ് ബി റെസ്പെക്റ്റഡ്. നോ, യു ഹാവ് ടു ഏൺ യുവർ റെസ്പെക്ട് എവറി ടൈം. ആ നമ്മുടെ സ്വഭാവത്തിൽ നിന്നാണ് ആ റെസ്പെക്റ്റും ഈവൻ ട്രസ്റ്റും ഡെവലപ്പ് ആവുന്നത്. എനിക്കത് ബാക്കിയുള്ള ചോദിച്ചിട്ട് കാര്യമില്ല എന്തോന്ന് മിക്കവരും നിങ്ങളൊന്നും അല്ല ഞങ്ങൾ വേണേ കുറച്ച് നുണയൊക്കെ പറഞ്ഞു. ഇന്റർവ്യൂസിലാണ് പൊതുവെ നുണകളൊക്കെ കൂടുതൽ പറയും. ബ്രദറിലോ പറഞ്ഞാലേ പുള്ളി മറ്റേ ഇതിന് പോയി മറ്റേ കുമ്പസാരിക്കാനായിട്ട് പോയപ്പോ പുള്ളി പറയാ കുറെ ആളായി കുമ്പസാരിച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു പാപം ഒന്നും ചെയ്തിട്ടുമില്ല. പിന്നെ ചോദിച്ചു പിന്നെ എന്തിനാ കുമ്പസാരിച്ചു? പിന്നെ കുറെ ആളായി. പിന്നെ ഞാൻ പോയി കുറെ നുണയൊക്കെ പറഞ്ഞു, ചെയ്യാത്ത കാര്യമൊക്കെ പറഞ്ഞു. ഇനി അത് കുമ്പസരിക്കാൻ അടുത്ത ആഴ്ച കൊണ്ടുവരും. ഞാൻ കഴിഞ്ഞ ആഴ്ച കുമ്പസരിച്ചതൊക്കെ നുണയായിരുന്നു. ഞാൻ സുജിത് വാസ് ഇന്റർവ്യൂ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചോദ്യമായിട്ട് ചോദിച്ചതാണ്, ഒരു സിനിമ ക്യാരക്ടറുടെ കൂടെ ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏത് ക്യാരക്ടർ എന്ന് ചോദിച്ചപ്പോൾ ജോർജ് കുട്ടിയുടെ ക്യാരക്ടറാണ് പേര് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത് പറയുന്ന സ്ഥലത്ത് ഞാൻ ചിന്തിച്ചത് ഇത് ഈ ഒരു ക്യാരക്ടർ സൃഷ്ടിച്ച സാർ അതെങ്ങനെയായിരിക്കും ഇപ്പോൾ കുറേ രഹസ്യങ്ങൾ കൊണ്ട് നടക്കുന്നു. ഇപ്പം സിനിമ നമ്മൾ കാത്തിരിക്കുന്ന കുറേ രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ 3 വരാൻ വേണ്ടി പോവാണ്. സോ ഈ രഹസ്യങ്ങളൊക്കെ അത് നിർത്തി എല്ലാവർക്കും ഇല്ല രഹസ്യങ്ങൾ.
തനിക്കില്ലേ തൻ്റെതായ രഹസ്യങ്ങൾ? എല്ലാവർക്കും അവരുടേതായ രഹസ്യങ്ങളുണ്ട്. എല്ലാവർക്കും ഒരു ഡബിൾ ഫേസ് ഉണ്ട് അല്ലേ? ആ, അതെന്താണെന്ന് വെച്ചാൽ അത് സർവൈവലിന്റെ ഭാഗമാണ്. അതിനെ വേറെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് അതൊരു കുഴപ്പമാകുന്നത്. അല്ലാതെ സർവൈവലിന്റെ ഭാഗമായിട്ട് ഒരു ഡബിൾ ഫേസ് വെക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾ എൻ്റെ മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചിരിച്ചു കളിച്ച് വർത്താനം പറയുന്നു, അപ്പോൾ നിങ്ങൾക്ക് വന്ന് പുള്ളി വളരെ ഹാപ്പിയാണ് പ്രശ്നം വന്നത്. ശരിക്കും ഞാൻ അങ്ങനെയാണെന്ന് നിർബന്ധമില്ല. എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവാം, പക്ഷെ നമ്മളത് പുറമേ കാണിക്കേണ്ട കാര്യമില്ല. എന്നിട്ടാണ് അത് കാണിക്കുന്നത്. അതാണ് ജീവിതം. അത്രയേ ഉള്ളൂ. വേറൊരു ഭാഗം ഇപ്പൊ പറഞ്ഞു. ഞാൻ ബേസിക്കലി അത്യാവശ്യം വർഷങ്ങൾ കൊണ്ട് ട്രാൻസ്പെറന്റ് ആയി വന്ന ഒരാളാണ്. ഇപ്പൊ 2023 ഞാൻ ആദ്യമായിട്ട് വന്ന എൻ്റെ ബുക്കിനെ കുറിച്ചും എൻ്റെ ചിന്താഗതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്ര ഞെട്ടിയത്? ബിക്കോസ് 25 years ഞാനത് എൻ്റെ സീക്രട്ട് ഐഡന്റിറ്റി ആയിരുന്നു. എൻ്റെ സ്പിരിച്വൽ സെർച്ചോ അതൊന്നും സംസാരിക്കേണ്ട ഒരു വേദി ഉണ്ടായില്ല. ഞാൻ വെറുതെ വന്ന് നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് തത്വം പറയേണ്ട കാര്യമില്ല. എന്റെ ബുക്ക് ഇറക്കിയപ്പോ അതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇതാണ് ബുക്ക്, ഇതിൽ ഇതൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോ ആൾക്കാർ ഞെട്ടിപ്പോയി. അതായത് ഞങ്ങളുടെ ലെന ചേച്ചി ഇങ്ങനെ അല്ല, ഇത് വേറെ ആരോ ആണ് എന്നുള്ളൊരു ഫീലിംഗ് വരും. അത് ഈ പറഞ്ഞ അതിനൊരു സന്ദർഭവും ഒക്കെ വേണം. ആൻഡ് ദാറ്റ് ഇസ് അല്ലെങ്കിൽ ടിൽ ദെൻ ഇറ്റ് ഇസ് യുവർ സീക്രട്ട് ഐഡന്റിറ്റി. ബിക്കോസ് അത് പുറത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ആർക്കും ഉപകാരമില്ല. സമയത്ത് ഒരു പുസ്തകം വരുമ്പോ അപ്പൊ അത് പറയുമ്പോ കറക്റ്റ് ആണ്, പക്ഷെ അതുവരെ സീക്രട്ട് ആയിരുന്നു. ഇപ്പൊ അത് സീക്രട്ട് അല്ല. അപ്പൊ ഇപ്പൊ ഞാൻ കുറേയും കൂടെ ഫ്രീ ആണ്. മറ്റേത് ഞാൻ അളന്നു കുറിച്ച് വേണം കാര്യങ്ങൾ പറയാൻ. ശരിക്കുള്ള ആ മറ്റേ സ്വഭാവം പുറത്തു വരരുത്, നമ്മള് തത്വങ്ങളൊന്നും പറയരുത് എന്ന് വിചാരിച്ച് സംസാരിക്കണം. ഇപ്പൊ ബെല്ലും ബ്രേക്കില്ലാതെ. എന്നോട് ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞു, നമ്മള് ലൈഫില് എല്ലാവരുടെയും മനസ്സിൽ കൂടെ ചില തോട്ട്സ് ഒക്കെ പോകും. ഒരിക്കലും ഒരു മനുഷ്യനോടും പോലും പറയാൻ പറ്റാത്തത്, നമ്മൾ ഒരിക്കലും ചെയ്യാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ ആഗ്രഹിക്കാത്ത തോട്ട്സ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ഒറ്റ ദേഷ്യത്തിൽ ചിലപ്പോൾ ചിലരോട് ഞാൻ കൊന്നു പറഞ്ഞാൽ തോട്ട്സ് പോകും. പക്ഷെ നമ്മളൊരിക്കലും കൊല്ലില്ല എന്ന് പറഞ്ഞ പോലെ പല തരത്തിലുള്ള ഇതൊക്കെ പോകും. ഇതൊക്കെ നമ്മളെല്ലാവരോടും പറയാറുണ്ട്. ഇല്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടേതായ പല ഇതുണ്ട്. അത്രേ ഉള്ളൂ. വലതുവശത്തെ കള്ളനും ഇതുപോലെ എന്തൊക്കെയോ രഹസ്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് രഹസ്യമൊന്നുമില്ല. ഇത് അങ്ങോട്ട് കൊണ്ടേ കണക്ട് ചെയ്യാം. ഞാനിത് അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു. അപ്പൊ തിയേറ്ററിൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രതീക്ഷയുള്ള സിനിമയാണെന്ന് എനിക്കറിയാം. ഞങ്ങളും കാത്തിരിക്കുകയാണ് പ്രതീക്ഷയോടെ. അപ്പം എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.